ഈസി വിന്നറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 3ാം ക്ലാസ്സിലെ കുട്ടികളുടെ EVSലെ 5ാമത്തെ ചാപ്റ്റർ ഫുഡ് ആൻഡ് ഹെൽത്തിന്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. ഫസ്റ്റ് പാർട്ട് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഹെൽത്ത് ആൻഡ് ഫുഡ്. വൈ ഷുഡ് വി ഇൻക്ലൂഡ് ഫുഡ് ഫ്രം ഡിഫറെന്റ് കാറ്റഗറീസ് ഇൻ അവർ ഡയറ്റ്? അതായത് പല കാറ്റഗറിയിലുള്ള ഫുഡ് നമ്മൾ എന്തിനാണ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത്? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്യുക. എന്തൊക്കെയാ? ഹെൽപ്സ് പ്രോപ്പർ ഗ്രോത്ത്. എന്താ, നമ്മുടെ പല കാറ്റഗറിയിലുള്ള ഡയറ്റ് കഴിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോപ്പർ ഗ്രോത്ത് കിട്ടും. ഹെൽപ്സ് ടു പ്രിവെന്റ് ഡിസീസസ് അസുഖങ്ങൾ എന്ത് ചെയ്യാൻ കഴിയും? പ്രിവെന്റ് ചെയ്യാൻ കഴിയും. പിന്നെ എന്താ? ഹെൽപ്സ് ടു ഗെറ്റ് എനർജി ഫോർ വർക്ക്സ്. അതായത് വർക്ക് ചെയ്യാനുള്ള എനർജി കിട്ടും. ഇതൊക്കെയാണ് നമ്മുടെ ഡയറ്റിൽ പല കാറ്റഗറീസിലുള്ള ഫുഡ്സ് ഉൾപ്പെടുത്തണമെന്ന് പറയാനുള്ള കാരണം. ലെറ്റ്സ് draw the path from food items through the balloon yarn. You can reach the balloon listed with the health benefit of those foods. അപ്പോൾ ഇവിടെ എന്താ നോക്കിയേ. അപ്പോൾ ഈ ബലൂണിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുക? ഈ യാണിൽ കൂടി താഴേക്ക് എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം അല്ലേ? ആദ്യം എന്താണ്? ഹെൽപ്സ് പ്രോപ്പർ ഗ്രോത്ത്. പ്രോപ്പർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഏതാണ്? അതായത് ഈ ബലൂണിന്റെ യാണിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം? മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏതാ കിട്ടുന്ന? പൾസ്, മിൽക്ക്, മീറ്റ്, എഗ്, ഫിഷ് അല്ലേ? ഇതാണ് ഹെൽപ്സ് പ്രോപ്പർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്ത എന്താ? ഹെൽപ്സ് ഗിവിംഗ് സ്ട്രെങ്ത് ടു ഡു വർക്ക്. നമ്മുടെ വർക്ക് ചെയ്യാനുള്ള സ്ട്രെങ്ത് തരുന്നത് ഏതാണ്? സെറിൽസ് ആൻഡ് ട്യൂബേഴ്സ് അല്ലേ? അടുത്ത ഏതാ? ഹെൽപ്സ് ടു പ്രിവെന്റ് ഡിസീസസ്. ഏതാ? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഓക്കെ, ലെറ്റ്സ് റൈറ്റ് ദ ഇൻഫർമേഷൻ വി ഹാവ് ഗാതേർഡ്. നമ്മൾ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ നമുക്ക് എന്ത് എവിടെ എഴുതാം? ഫസ്റ്റ് ഫുഡ് ഐറ്റംസും പിന്നീട് എന്താ അതിന്റെ ബെനിഫിറ്റും ആണ് നമുക്ക് എഴുതേണ്ടത്. സെറിൽസ് എന്താ ചെയ്യുന്നത്? ഹെൽപ്സ് ഇൻ ഡൈജഷൻ, ഗീവ്സ് എനർജി ടു ദ ബോഡി. ദഹനത്തിന് ഹെൽപ്പ് ചെയ്യും, അതുപോലെ നമ്മുടെ ബോഡിക്ക് വേണ്ട എനർജി പ്രൊവൈഡ് ചെയ്യും അല്ലേ? ട്യൂബേഴ്സ് എന്താ ചെയ്യുന്നത്? ഗീവ്സ് ന്യൂട്രിയൻസ് ഫോർ ബോഡി ഗ്രോത്ത്. ബോഡി ഗ്രോത്തിന് വേണ്ട ന്യൂട്രിയൻസ് തരും. അതുപോലെ ഹാവ് മെഡിസിനൽ വാല്യൂ, ഔഷധ ഗുണങ്ങളും ഉണ്ടല്ലേ ചില ട്യൂബേഴ്സിന്. അതുപോലെ വെജിറ്റബിൾസ് എന്താ ചെയ്യുന്നത്? പ്രൊവൈഡ്സ് ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശക്തി തരും. ഡിക്രീസ് ദ ചാൻസ് ഫോർ ഇൻഫെക്ഷൻ, ഇൻഫെക്ഷനുള്ള ചാൻസ് കുറയ്ക്കും. ഫ്രൂട്ട്സ് എന്താ ചെയ്യുന്നത്? ഗുഡ് സോഴ്സ് ഓഫ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. ഫ്രൂട്ട്സ് എന്താണ്? വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും ഗുഡ് സോഴ്സ് ആണ്. പ്രൊട്ടക്ട് ഫ്രം ഡിസീസസ് അസുഖങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും? പ്രൊട്ടക്ട് ചെയ്യും. പൾസസ് എന്താ? പ്രൊവൈഡ് ന്യൂട്രിയൻസ് ഫോർ ബോഡി ഗ്രോത്ത്. ബോഡി ഗ്രോത്തിന് വേണ്ട ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യും. പ്രിവെന്റ്സ് ഡിസീസസ് പ്രിവെന്റ് ചെയ്യും. മിൽക്ക് എന്താ ചെയ്യുക? കീപ് മസിൽസ്, ബോൺസ്, ടീത്ത്, സ്കിൻ ആൻഡ് വിഷൻ ഹെൽത്തി. നമ്മുടെ മസിലും ബോണും അതുപോലെ നമ്മുടെ ടീത്ത്, സ്കിൻ, അതുപോലെ നമ്മുടെ കാഴ്ചശക്തി ഇതെല്ലാം ഹെൽത്തി ആയിട്ട് നിലനിർത്താൻ എന്താ? മിൽക്കാണ് വേണ്ടത് അല്ലേ? സപ്പോർട്ട് നോർമൽ ഗ്രോത്ത് ആൻഡ് ബ്രെയിൻ ഡെവലപ്മെന്റ്. അതുപോലെ നമ്മുടെ നോർമൽ ഗ്രോത്തിനും ബ്രെയിൻ ഡെവലപ്മെന്റിനെയും സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? മിൽക്കാണ്. മീറ്റ് എന്താ ചെയ്യുക? ഹെൽപ്സ് ടു റിപ്പയർ മസിൽ ഡാമേജ് ആൻഡ് മസിൽ ഗ്രോത്ത്. നമ്മുടെ മസിൽ ഡാമേജ് റിപ്പയർ ചെയ്യാനും മസിൽ ഗ്രോത്തിനും എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യുന്നത് മീറ്റ് ആണ്. ഗീവ്സ് എനർജി ടു ദ ബോഡി. നമ്മുടെ ബോഡിക്ക് വേണ്ട എനർജി പ്രൊവൈഡ് ചെയ്യും അല്ലേ മീറ്റ്. അടുത്ത ഏതാ? എഗ്. ഹെൽപ്സ് ടു കൺട്രോൾ ബോഡി വെയിറ്റ്. നമ്മുടെ ബോഡി വെയിറ്റ് എന്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും? കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ എന്താ? സപ്പോർട്ട്സ് ബ്രെയിൻ ഹെൽത്ത്. ബ്രെയിൻ ഹെൽത്തിനും എന്ത് വേണം? എഗ് വേണം. ഫിഷ് എന്താ ചെയ്യുക? പ്രൊട്ടക്ട് ദ ഹെൽത്ത് ഓഫ് ഐസ്, ഹാർട്ട് ആൻഡ് ലിവർ. നമ്മുടെ കണ്ണിന്റെയും ഹാർട്ടിന്റെയും ലിവറിന്റെയും ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? ഫിഷ് ആണ് അല്ലേ? ഗീവ്സ് ന്യൂട്രിയൻസ് ഫോർ ബോഡി ഗ്രോത്ത്. അതുപോലെ നമ്മുടെ ബോഡി ഗ്രോത്തിന് വേണ്ട ന്യൂട്രിയൻസും പ്രൊവൈഡ് ചെയ്യും. ഈറ്റിംഗ് എ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഈസ് നെസസറി ഫോർ ദ ഹെൽത്ത് ആൻഡ് ഗ്രോത്ത് ഓഫ് അവർ ബോഡീസ്. നമ്മുടെ ശരീരത്തിന്റെ ഹെൽത്തിനും വളർച്ചയ്ക്കും എന്ത് വേണം? നമ്മൾ എന്തോ കഴിക്കണം? വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് കഴിക്കണം അല്ലേ? ഡോണ്ട് യു ഓൾസോ ഈറ്റ് ഫുഡ്സ് പ്രിപ്പയർഡ് ഇൻ ഓയിൽ? അപ്പൊ നിങ്ങളുടെ ഓയിലിൽ പ്രിപ്പയർ ചെയ്ത ഫുഡ്സ് നിങ്ങൾ കഴിക്കാറില്ലേ? വാട്ട് ആർ ദേ? ഏതൊക്കെയാ അത്? ഉഴുന്നുവട, പരിപ്പുവട, ഉള്ളിവട, അച്ചപ്പം, ബജി, സമോസ ഇതുപോലുള്ള ഓയിലിൽ പ്രിപ്പയർ ചെയ്ത ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ? ലിസൺ ടു വാട്ട് ദ ഡോക്ടർ സേസ്. ഡോക്ടർ എന്താ പറയുന്നതെന്ന് കേട്ടെ. ഫാറ്റ് ഫ്രം എഡിബിൾ ഓയിൽസ് ഗിവ്സ് us എനർജി ടു വർക്ക്. അതായത് നമ്മുടെ ഭക്ഷ്യ എണ്ണയിലുള്ള ഫാറ്റ്, കൊഴുപ്പ് എന്ത് ചെയ്യും? നമുക്ക് വർക്ക് ചെയ്യാനുള്ള എനർജി തരും. ബട്ട്
എക്സസീവ് യൂസ് ഓഫ് ദീസ് ഓയിൽസ് വിൽ ഇൻക്രീസ് ബോഡി ഫാറ്റ്. പക്ഷേ എന്താ, നമ്മുടെ എക്സസ് ആയിട്ട് ഓവറായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ ഓയിൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഫാറ്റ്, കൊഴുപ്പിന്റെ അളവ് എന്ത് ചെയ്യും, കൂടും. ദിസ് മേ ലീഡ് ടു വേരിയസ് ഡിസീസസ്. ഇത് എന്തിന് കാരണമാകും, പല അസുഖങ്ങൾക്കും കാരണമാകും. Therefore, eating fried food products should be reduced as much as possible. അല്ലേ? അപ്പൊ നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഫ്രൈ ചെയ്തിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കുന്നത് എന്ത് ചെയ്യണം, നമ്മുടെ കഴിയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, കുറയ്ക്കണം, പരമാവധി നമ്മൾ കുറയ്ക്കണം. ഇതാണ് ഇവിടെ ഈ ഡോക്ടർ പറയുന്നത്. ഡ്രിങ്കിങ് വാട്ടർ. How many glasses of water do you drink a day? അപ്പൊ നിങ്ങൾ ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കും? നോർമലി എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നാ പറയുന്നത്? ചിൽഡ്രൻ ഓഫ് യുവർ ഏജ് ഷുഡ് ഡ്രിങ്ക് 6 to 8 glasses of water a day. അപ്പോൾ നിങ്ങളുടെ ഏജിലുള്ള കുട്ടികൾ എന്ത് ചെയ്യണം, ഒരു ദിവസം 6 മുതൽ 8 ഗ്ലാസ് വെള്ളം വരെ കുടിക്കണം. ദിസ് മേ ചേഞ്ച് ഡിപ്പെൻഡിങ് ഓൺ ദ ഫിസിക്കൽ ആക്ടിവിറ്റീസ് വി ഡു. അതായത് നമ്മുടെ ഡെയിലി ചെയ്യുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചേഞ്ച് ചെയ്യാം. അതായത് നമ്മൾ ഓവറായിട്ട് അന്ന് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് എന്ത് ചെയ്യാം, അളവ് കൂട്ടുകയും ചെയ്യാം, അല്ലേ? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഷുഡ് ഓൾസോ ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറ്റ്. അതുപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മളെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. ക്വാളിറ്റി ഫുഡ് ആൻഡ് പ്രോപ്പർ ഫുഡ് ഹാബിറ്റ്സ് ആർ നെസസറി ഫോർ ഹെൽത്തി ലൈഫ്. നമ്മുടെ ആരോഗ്യകരമായ ലൈഫിന് ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡും അതുപോലെ പ്രോപ്പർ ഫുഡ് ഹാബിറ്റും എന്താണ്, അത്യാവശ്യമാണ്. ലിസ്റ്റ് ദ ഫുഡ് ഐറ്റംസ് യു ഹാഡ് ഓൺ ഈച്ച് ഡേ ഓഫ് എ പാസ്റ്റ് വീക്ക് ഇൻ ദ ടേബിൾ ബിലോ. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ടേബിളിൽ നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കഴിഞ്ഞ ആഴ്ച പാസ്റ്റ് വീക്കിൽ നിങ്ങൾ കഴിച്ച ഫുഡ് ഐറ്റംസിനെ നിങ്ങൾ എന്ത് ചെയ്യണം, ലിസ്റ്റ് ചെയ്യണം. അനലൈസ് ദ ചാർട്ട് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ചേഞ്ചസ് നീഡഡ് ഇൻ യുവർ ഡയറ്റ്. അപ്പോൾ ഈ ചാർട്ട് അതിനുശേഷം നമ്മൾ അനലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചേഞ്ച് ഇനി വരുത്തണം എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. ഓക്കെ. മൈ ഹെൽത്ത് കാർഡ്. ഇവിടെ എന്താ, ഒരു ഹെൽത്ത് കാർഡ് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു 7 ഡേയ്സിൽ നിങ്ങളുടെ ഫുഡ് പാറ്റേൺ ആണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ ഞാനിവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അനു എന്ന് പറയുന്ന 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വെയിറ്റ് 25 kg, ഹൈറ്റ് 125 സെന്റിമീറ്റേഴ്സ്. അപ്പോൾ ഓരോ ഡേയ്സിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കഴിക്കുന്ന ഓരോ ഫുഡ് ഐറ്റംസും ഇതിന്റെ കൂടെ എഴുതി പോകണം, അല്ലേ? സെറിയൽസും ട്യൂബേഴ്സ്, പൾസസ്, മിൽക്ക് മീറ്റ്, പിന്നെ അതുപോലെ ഡ്രിങ്കിങ് വാട്ടർ, ഇതെല്ലാം വെജിറ്റബിൾസ് എല്ലാം നിങ്ങൾ ഇതിൽ ഓരോ ഡേയ്സിലും എഴുതി പോകണം. അപ്പോൾ ഫസ്റ്റ് ഡേ എന്താ കഴിച്ചത്, സെറിയൽസും ട്യൂബേഴ്സ് എന്ത് കഴിച്ചു, അതിനുശേഷം ഫസ്റ്റ് ഡേ പൾസസ് എന്ത് കഴിച്ചു, അങ്ങനെ ഓരോന്നും നിങ്ങൾ എഴുതി പോകണം, അല്ലേ? അപ്പം ഞാനിവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് കേട്ടോ. 7 ഡേയ്സിലും ഈ കുട്ടി കഴിച്ച ഫുഡ് ഐറ്റംസിന്റെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ഒരു മോഡൽ തന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങളും ഈ 7 ഡേയ്സിലും ഇതുപോലെ എഴുതണം. ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കൺസ്യൂംഡ്, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, ഇതും നമ്മുടെ ഇതിനകത്ത് അടുത്ത ബാലൻസ് ആണ് കേട്ടോ, ഇതും നമ്മുടെ ഉൾപ്പെടുത്തണം ഇതിനകത്ത്. ഓക്കെ. ഇതുപോലെ ഈ ഹെൽത്ത് കാർഡ് നിങ്ങളുടെ 7 ദിവസത്തെ കംപ്ലീറ്റ് ചെയ്ത് എഴുതണം. വാഷ് ഹാൻഡ്സ് ആൻഡ് ഫേസ് തറോലി ബിഫോർ ആൻഡ് ആഫ്റ്റർ ഹാവിംഗ് ഫുഡ്. ഫുഡ് കഴിക്കുന്നതിന് മുൻപും ശേഷവും നമ്മുടെ ഹാൻഡ്സും ഫേസും നന്നായിട്ട് വാഷ് ചെയ്തു. അപ്പോൾ ഇതെന്താ, യെസ് ഓർ നോ നമ്മൾ ടിക്ക് ചെയ്യണം, അല്ലേ? അപ്പോൾ യെസ്. പ്ലേഡ് വേരിയസ് ഗെയിംസ് വിത്ത് ആക്റ്റീവ് ഫിസിക്കൽ ഇൻവോൾവ്മെന്റ്. അതായത് ആക്റ്റീവ് ഫിസിക്കൽ ഇൻവോൾവ്മെന്റോട് കൂടി ഒരുപാട് ഗെയിംസ് നമ്മൾ പ്ലേ ചെയ്തു. യെസ്. ഡിഡ് ആക്ടിവിറ്റീസ് ലൈക്ക് പ്ലാന്റിംഗ് ആൻഡ് വാട്ടറിംഗ് വെജിറ്റബിൾസ്. നമ്മുടെ പ്ലാന്റിംഗ് അതായത് എന്താ, ചെടികൾ നടുന്നതും അതുപോലെ വെജിറ്റബിൾസിന് വെള്ളം നനയ്ക്കുന്നതും എല്ലാം നമ്മൾ എന്ത് ചെയ്തു ഉള്ള പോലുള്ള ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ ചെയ്തു. അപ്പോൾ ഇതും നമ്മൾ എന്ത് ചെയ്യുക, ചെയ്തോ ചെയ്തില്ലോ എന്നുള്ളത് യെസ് ഓർ നോ കൊടുക്കണം. ഓക്കെ. അടുത്ത എന്താ, ലെറ്റ്സ് പ്രിപ്പയർ എ സാലഡ്. ഷാൽ വി പ്രിപ്പയർ എ ഡിലീഷ്യസ് സാലഡ് വിത്ത് എ വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് ലീവ്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡിലീഷ്യസ് ആയിട്ടുള്ള സാലഡ് പ്രിപ്പയർ ചെയ്യാമോ? അതിനകത്ത് എന്തൊക്കെ വേണം, വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് വേണം, വെജിറ്റബിൾസ് വേണം, അതുപോലെ ലീവ്സ് വേണം. വാട്ട് ആർ ദ തിങ്സ് ടു കീപ്പ് ഇൻ മൈൻഡ് വെൻ പ്രിപ്പയറിംഗ് അൺകുക്ക്ഡ് ഡിഷസ്. അതായത് അൺകുക്ക്ഡ് ആയിട്ടുള്ള ഡിഷസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിൽ വെക്കേണ്ടത്, എന്തൊക്കെയാ? വാഷ് ഹാൻഡ്സ് വെൽ ബിഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഡിഷ്, അല്ലേ? അപ്പോൾ ഡിഷ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം, ഹാൻഡ്സ് നന്നായിട്ട് വാഷ് ചെയ്യണം. വാഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇൻ ക്ലീൻ വാട്ടർ. അതായത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മുടെ ക്ലീൻ വാട്ടറിൽ നമ്മൾ എന്ത് ചെയ്യണം, വാഷ് ചെയ്യണം. യൂസ് ഓൺലി ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രം യൂസ് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മുടെ അൺകുക്ക്ഡ് ഡിഷസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വെക്കേണ്ട കാര്യങ്ങൾ. ഡിസ്കസ് ഇൻ ദ ക്ലാസ്. ഓക്കെ. ഇതെന്ത് ചെയ്യണം, നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് സീൻ ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് കാണുന്നുണ്ടോ?
ലുക്ക് അറ്റ് എ പിക്ചർ ഓഫ് എ സാലഡ് ആൻഡ് ഐഡന്റിഫൈ ദ ഫുഡ് ഐറ്റംസ് ഇൻ ഇറ്റ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സാലഡിന്റെ പിക്ചർ നോക്കിയിട്ട് ഇതിനകത്ത് എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുക. വാട്ട് ആർ ഫുഡ് ഐറ്റംസ് വിൽ യു യൂസ് ഇഫ് യു പ്രിപ്പയർ എ സാലഡ്? ഇപ്പൊ നിങ്ങൾ ഒരു സാലഡ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് നിങ്ങൾ യൂസ് ചെയ്യും? റൈറ്റ് ഡൗൺ ദ റെസിപ്പി. അതിന്റെ റെസിപ്പി. വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് യൂസ്ഡ് ഇൻ സാലഡ്? സാലഡിൽ യൂസ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? ഓണിയൻ, കുക്കുംബർ, ക്യാരറ്റ്, ആപ്പിൾ, ടൊമാറ്റോ, ഗ്രേപ്പ്, ഗ്രീൻ ചില്ലി, ബ്രൊക്കോളി, പൊമിഗ്രനേറ്റ്, പൈനാപ്പിൾ, കൊറിയാണ്ടർ ലീവ്സ്. അതുപോലെ മറ്റു ഫുഡ് ഐറ്റംസ് എന്തൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഇതിൽ? പെപ്പർ പൗഡർ, സോൾട്ട്, ഹണി ആൻഡ് ലെമൺ ജ്യൂസ് അല്ലേ? ഡ്രോ ദ പിക്ചർ ഓഫ് എ സാലഡ് ആൻഡ് കളർ ഇറ്റ്. ഒരു സാലഡിന്റെ പിക്ചർ എന്ത് ചെയ്യുക? വരയ്ക്കുക, കളർ ചെയ്യുക. ഹൗ ആർ ദീസ് ഫുഡ് ഐറ്റംസ് ബെനിഫിഷ്യൽ ടു അവർ ഹെൽത്ത്? നമ്മുടെ ഹെൽത്തിന് എങ്ങനെയാണ് ഈ ഫുഡ് ഐറ്റംസ് ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്? എ സാലഡ് കണ്ടെയ്ൻസ് മെനി ഫുഡ് ഐറ്റംസ്. ഒരു സാലഡിനകത്ത് ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട് അല്ലേ? സോ സാലഡ് ഗിവ്സ് us വെറൈറ്റി ഓഫ് ന്യൂട്രിയൻസ്. അതുകൊണ്ട് സാലഡ് നമുക്ക് വെറൈറ്റി ഓഫ് ന്യൂട്രിയൻസ് നമുക്ക് തരുന്നുണ്ട്. സാലഡ് ഹെൽപ്സ് ഇൻ ഈസി ഡൈജഷൻ ആൻഡ് ഇറ്റ് ഇംപ്രൂവ്സ് ഹൈഡ്രേഷൻ ഓഫ് ബോഡി. അപ്പോൾ സാലഡ് എന്ത് ചെയ്യും? നമ്മുടെ ഈസി ഡൈജഷന് ഹെൽപ്പ് ചെയ്യും, അതുപോലെ നമ്മുടെ ബോഡിയുടെ ഹൈഡ്രേഷനും ഇംപ്രൂവ് ചെയ്യും. ക്ലാസിഫൈ ദ കുക്ക്ഡ് ആൻഡ് അൺകുക്ക്ഡ് ഫുഡ് ഐറ്റംസ്. കുക്ക്ഡ് ഫുഡ് ഐറ്റംസ്, അൺകുക്ക്ഡ് ഫുഡ് ഐറ്റംസ്, ബോത്ത് കുക്ക്ഡ് ആൻഡ് അൺകുക്ക്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ്, ഇതെല്ലാം നമ്മളിവിടെ എന്ത് ചെയ്യണം? ക്ലാസിഫൈ ചെയ്യണം. കുക്ക്ഡ് എന്തൊക്കെയാണ് ഉള്ളത്? റൈസ് ഉണ്ട്, വീറ്റ്, പൊട്ടാറ്റോ, ഫിഷ്, മീറ്റ്, സ്വീറ്റ് പൊട്ടാറ്റോ, യാം, കൊളക്കേഷ്യ, സ്പിനാച്ച്, ബ്രിഞ്ചാൾ, ഡ്രംസ്റ്റിക്, ഇതെല്ലാം എന്താ? നമ്മൾ കുക്ക് ചെയ്ത് യൂസ് ചെയ്യുന്നവയാണ്. അൺകുക്ക്ഡ് ആയിട്ട് എന്താ? ജാവ ആപ്പിൾ അഥവാ ചാമ്പയ്ക്ക, ആപ്പിൾ, ഗ്രേപ്പ്, ഒനിയൻ, ഗോവ, കുക്കുംബർ, ക്യാരറ്റ്, ബനാന, ഓറഞ്ച്, ഇതെല്ലാം അൺകുക്ക്ഡ് ആണ്. ബോത്ത് കുക്ക്ഡ് ആൻഡ് അൺകുക്ക്ഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാ? ക്യാരറ്റ്, ഓനിയൻ, ഗ്രീൻ ചില്ലി, കുക്കുംബർ, ടൊമാറ്റോ, സോർഗം, ക്യാബേജ്, ഐവി ഗാർഡ്, ഇതെല്ലാം എന്തൊക്കെയാണ്? കുക്ക് ചെയ്തും അൺകുക്ക് ചെയ്തും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. വാട്ട് ടൈപ്പ് ഓഫ് ഫുഡ് ഡു വി കൺസ്യൂം ദ മോസ്റ്റ്? കുക്ക്ഡ് ഓർ അൺകുക്ക്ഡ്? നമ്മുടെ കുക്ക്ഡ് ഫുഡ് ഐറ്റംസ് ആണോ അൺകുക്ക്ഡ് ആണോ കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് എഴുതുക. വിച്ച് കാറ്റഗറി ഓഫ് ദ ഫുഡ് ഐറ്റംസ് ആർ മോസ്റ്റ്ലി കൺസ്യൂംഡ് റോ? അതായത് നമ്മുടെ റോ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കുക്ക് ചെയ്യാതെ പച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? ഫ്രൂട്ട്സ് ആണല്ലേ സാധാരണ നമ്മൾ എന്ത് ചെയ്യുന്നത്? റോ ആയിട്ട് കഴിക്കുന്നത് അല്ലേ? വാട്ട് അബൌട്ട് ദ കുക്ക്ഡ് ഫുഡ് ഐറ്റംസ്? കുക്ക്ഡ് ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ്? സെറിയൽസ്, ട്യൂബേഴ്സ്, ഫിഷ് ആൻഡ് മീറ്റ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കുക്ക് ചെയ്ത് കഴിക്കുന്ന ഫുഡ് ഐറ്റംസിന്റെ കാറ്റഗറി. വൈ ഡു വി കുക്ക് ഫുഡ്? നമ്മൾ എന്തിനാണ് ഫുഡ് കുക്ക് ചെയ്യുന്നത്? ടു ഇൻക്രീസ് ടേസ്റ്റ് കൂട്ടാനായിട്ട്, ടു ഇംപ്രൂവ് ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട്, ടു ഡിസ്ട്രോയ് ഹാർംഫുൾ മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, അതായത് ബാക്ടീരിയ പോലുള്ള മൈക്രോ ഓർഗാനിസംസിനെ എന്ത് ചെയ്യാനായിട്ട്? ഡിസ്ട്രോയ് ചെയ്യാൻ, നശിപ്പിക്കാനായിട്ടും നമ്മൾ എന്ത് ചെയ്യും? ഫുഡ് ഐറ്റംസിനെ നമ്മൾ എന്ത് ചെയ്യും? കുക്ക് ചെയ്യും. We have learned what all types of food items are necessary for a healthy life. അതായത് ഒരു ഹെൽത്തി ലൈഫിന് ഏതൊക്കെ ടൈപ്പിലുള്ള ഫുഡ് ഐറ്റംസ് വേണമെന്ന് നമ്മൾ പഠിച്ചു. ഡു യു നീഡ് ടു മേക്ക് എനി ചേഞ്ചസ് ഇൻ യുവർ ഡയറ്റ്? നിങ്ങളുടെ ഡയറ്റിൽ എന്തെങ്കിലും ചേഞ്ച് നിങ്ങൾ ഇപ്പോൾ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? റൈറ്റ് യുവർ ഒപ്പീനിയൻ. നിങ്ങളുടെ അഭിപ്രായം എഴുതുക. ഇപ്പൊ നമ്മുടെ എല്ലാ കാറ്റഗറിയിലുള്ള ഫുഡ് ഐറ്റംസിനെ കുറിച്ചും അതിന്റെ ബെനിഫിറ്റ്സും എല്ലാം പഠിച്ചില്ല. അപ്പോൾ ഇനി നിങ്ങളുടെ ഫുഡിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ ഒപ്പീനിയൻ എഴുതുക. ഫുഡ് ഹാബിറ്റ്സ്. അപ്പൊ ഇവിടെ എന്താ ടീത്ത് പറയുന്നത്? മൈ മെയിൻ ജോബ് ഈസ് ടു ചൂ ഫുഡ്. എന്റെ മെയിൻ ജോബ് എന്താണ്? ഫുഡ് ചൂ ചെയ്യുക, ചവയ്ക്കുക അല്ലേ? ഡു വി ഈറ്റ് ഫുഡ് വെൽ ചൂഡ്? നന്നായിട്ട് ചൂ ചെയ്ത് ചവച്ചിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഡു യു നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ചൂയിങ് ഫുഡ്? ഫുഡ് നമ്മുടെ ചൂ ചെയ്ത് നന്നായിട്ട് ചവച്ച് കഴിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയാമോ? ഡൈജഷൻ ബിക്കംസ് ഈസി അല്ലേ? അപ്പൊ എന്താ? ദഹനം പെട്ടെന്ന് നടക്കാനായിട്ട്, ഈസി ആകാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫുഡ് ഐറ്റംസ് ചൂ ചെയ്ത് കഴിക്കുന്നത്. ഡിഫറെന്റ് ടേസ്റ്റ് ക്യാൻ ബി റെക്കഗ്നൈസ്ഡ്. നമ്മൾ നന്നായിട്ട് ചവച്ച് കഴിക്കുകയാണെങ്കിൽ പല ടൈപ്പിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ടേസ്റ്റുകൾ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിയും. റൈറ്റ് ഡൗൺ വെദർ ദ ഫോളോയിങ് ഹാബിറ്റ്സ് ആർ ഗുഡ് ഓർ ബാഡ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഹാബിറ്റ് ഗുഡ് ആണോ ബാഡ് ആണോ എന്ന് നമ്മുടെ എഴുതുക. ഈറ്റിംഗ് ഫുഡ് വിത്തൗട്ട് വാഷിംഗ് ഹാൻഡ്സ്. ഹാൻഡ്സ് വാഷ് ചെയ്യാതെ ഫുഡ് കഴിക്കുന്ന എന്താണ്? ബാഡ് ആണ് അല്ലേ? ഈറ്റിംഗ് മീറ്റ് ആഫ്റ്റർ കുക്കിംഗ് വെൽ. അതായത് മീറ്റ് നന്നായിട്ട് കുക്ക് ചെയ്ത ശേഷം കഴിക്കുന്ന എന്താണ്? ഗുഡ് ആണ്. യൂസിങ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആഫ്റ്റർ വാഷിംഗ്. എന്താണ്? വാഷ് ചെയ്ത ശേഷം ഫ്രൂട്ട്സും വെജിറ്റബിൾസ് യൂസ് ചെയ്യുന്ന എന്താണ്? ഗുഡ് ഹാബിറ്റ് ആണ് അല്ലേ? നോട്ട് ഈറ്റിംഗ് ഫ്രൂട്ട്സ് ബിറ്റൻ ബൈ ക്രീച്ചേഴ്സ്. അതായത് ജീവികൾ കടിച്ച ഫ്രൂട്ട്സ് ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക? കഴിക്കാതിരിക്കുന്ന എന്താണ്? നോട്ട് ഈറ്റിംഗ് ആണ്. കഴിക്കാതിരിക്കുക എന്ന് പറയുന്ന എന്താണ്? ഗുഡ് ആണ് അല്ലേ?
ഷോയിങ് റിലക്റ്റൻസ് ടു ഡ്രിങ്ക് വാട്ടർ, അതായത് വെള്ളം കുടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റിലക്റ്റൻസ് കാണിക്കുന്നത് എന്താണ്, മടി കാണിക്കുകയാണ് അല്ലേ, അതെന്താണ്, ബാഡ് ആണ് അല്ലേ. നോട്ട് ഹാവിങ് പ്രോപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ദ മോർണിംഗ് റഷ്, അതായത് രാവിലത്തെ തിരക്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രോപ്പറായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുന്നു, എന്താ, ബാഡ് ആണ് അല്ലേ. കിച്ചൺ ഗാർഡൻ, വാട്ട് ആർ ദ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഗ്രോൺ ഇൻ യുവർ സറൗണ്ടിങ്സ്, അതായത് നിങ്ങളുടെ ചുറ്റുപാടിൽ എന്തൊക്കെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം വളർത്തുന്നുണ്ട്. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഗ്രോൺ ഇൻ യുവർ സറൗണ്ടിങ്സ്, അതായത് നിങ്ങളുടെ ചുറ്റുമുള്ള ഫ്രൂട്ട്സിന്റെ വെജിറ്റബിൾസിന്, ഇപ്പൊ നിങ്ങളുടെ കാണുന്ന ഫ്രൂട്ട്സിന്റെ വെജിറ്റബിൾസിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതായത് നമ്മുടെ സറൗണ്ടിങ്സിൽ നമുക്ക് ചുറ്റും തന്നെ നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും വളർത്തിയെടുക്കുകയാണെങ്കിൽ അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്, ക്യാൻ ബി യൂസ്ഡ് ഫ്രഷ് അല്ലേ, ഫ്രഷ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ, നമ്മുടെ ചുറ്റുപാടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും തന്നെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയും. അതുപോലെ എന്താ, ഫ്രീ ഫ്രം പെസ്റ്റിസൈഡ്സ് അല്ലേ, പെസ്റ്റിസൈഡ് അധികം യൂസ് ചെയ്യുന്നില്ല, അതിൽ നിന്നും ഫ്രീ ആണല്ലേ, പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യാത്തവയാണ്. ദേ ഹാവ് ബെറ്റർ ക്വാളിറ്റി ആൻഡ് ടേസ്റ്റ്, നല്ല ക്വാളിറ്റിയും ടേസ്റ്റും ഉണ്ട്. ഹെൽപ്സ് ടു സേവ് മണി, എന്ത് ചെയ്യാൻ കഴിയും, മണി സേവ് ചെയ്യാനായിട്ട് കഴിയും അല്ലേ. ഇതൊക്കെയാണ് നമ്മുടെ സറൗണ്ടിങ്സിൽ തന്നെയുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിലുള്ള ബെനിഫിറ്റ്. പപ്പായ, വി ആർ യൂസ്ഡ് ബോത്ത് ആസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, പപ്പായ എന്താ, ഫ്രൂട്ട്സും വെജിറ്റബിളും ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. വെൻ റൈപ്പ് വി ബിക്കം ഫുഡ് ഫോർ മെനി ക്രീച്ചേഴ്സ്, ഞങ്ങൾ എന്താ, റൈപ്പ് ആവുമ്പോൾ, പഴുക്കുമ്പോൾ എന്താണ്, ഒരുപാട് ക്രീച്ചേഴ്സ്, ഒരുപാട് ജീവികൾക്ക് ഞങ്ങൾ എന്താവുന്നു, ഫുഡായി മാറുന്നു. വി ആർ നോൺ ബൈ ഡിഫറെന്റ് നെയിംസ് ഇൻ ഈച്ച് റീജിയൻ, നമ്മുടെ ഓരോ റീജിയനിലും നമ്മുടെ എന്താണ്, ഓരോ സ്ഥലങ്ങളിലും ഞങ്ങൾ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. വാട്ട് യു കോൾ ആസ് ഇൻ യുവർ റീജിയൻ, നിങ്ങളുടെ ഏരിയയിൽ എന്താണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഈ പപ്പായ ഓരോ റീജിയനിലും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്, നിങ്ങളുടെ ഏരിയയിൽ എന്ത് പേരിലാണ് പറയുന്നതെന്ന് എഴുതുക. ആർ ദർ പപ്പായ ട്രീസ് ഇൻ യുവർ സ്കൂൾ യാർഡ് ഓർ അറ്റ് ഹോം, നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ സ്കൂളിന്റെ മുറ്റത്തോ പപ്പായ ട്രീസ് ഉണ്ടോ. ഇഫ് നോട്ട് പ്ലാന്റ് ഇറ്റ്, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു പപ്പായ ട്രീ നടുക. ആർ ദർ എനി അതർ ഫ്രൂട്ട്സ് ലൈക്ക് ദിസ് വിച്ച് ആർ ഫൗണ്ട് ഇൻ യുവർ ഏരിയ, ലിസ്റ്റ് ദം, അതുപോലെ നിങ്ങളുടെ ഏരിയയിൽ കാണുന്ന മറ്റെന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടോ, അതിനെയൊക്കെ എന്ത് ചെയ്യുക, ഇവിടെ ലിസ്റ്റ് ചെയ്യുക. സ്കൂൾ വെജിറ്റബിൾ ഗാർഡൻ, അപ്പോൾ ഇവിടെ സ്കൂളിൽ ഒരു വെജിറ്റബിൾ ഗാർഡന്റെ പിക്ചേഴ്സ് തന്നിട്ടുണ്ടല്ലേ. What all items are grown in the school vegetable garden? സ്കൂൾ വെജിറ്റബിൾ ഗാർഡനിൽ എന്തൊക്കെയാണ് വളർത്തുന്നത്. സ്പിനാച്ച്, ലേഡീസ് ഫിംഗർ, പപ്പായ, ഗ്രീൻ ചില്ലി, റംബൂട്ടാൻ, മാംഗോ, ഇതെല്ലാം എന്തുണ്ട്, സ്കൂൾ വെജിറ്റബിൾ ഗാർഡനിൽ ഉണ്ടല്ലേ. അപ്പൊ നിങ്ങളുടെ സ്കൂൾ വെജിറ്റബിൾ ഗാർഡൻ നോക്കുക, എന്തൊക്കെ ഉണ്ടെന്ന് ഇവിടെ എഴുതണം. Does your garden have the variety of food items necessary for healthy living? ഒരു ഹെൽത്തി ലിവിങ്ങിന് വേണ്ട ഫുഡ് ഐറ്റംസ് എല്ലാം, വെറൈറ്റി ഫുഡ് ഐറ്റംസ് എല്ലാം നിങ്ങളുടെ ഗാർഡനിലുണ്ടോ. ലെറ്റ്സ് പ്രിപ്പയർ ദ ടേബിൾ, നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്യാം. ഇവിടെ എന്തൊക്കെയാ ഐറ്റംസ് ഉണ്ട്, അതായത് നമ്മുടെ കാറ്റഗറീസ്, നമ്മൾ പഠിച്ച കാറ്റഗറീസ് ഫുഡ് ഐറ്റംസ് ഉണ്ട്. ദോസ് വിച്ച് ആർ അവൈലബിൾ ഇൻ ദ ഗാർഡൻ, ഗാർഡനിലുള്ള ഐറ്റംസ് എഴുതുക. ദോസ് ടു ബി ഇൻക്ലൂഡഡ്, ഇനി ഇൻക്ലൂഡ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഐറ്റംസ് അടുത്ത കോളത്തിൽ എഴുതണം. അപ്പൊ ഞാനിവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. പൾസസിനകത്ത് കൗപ്പി ഓൾറെഡി എവിടെയുണ്ട്, ഗാർഡനിലുണ്ട്. അപ്പൊ നമുക്ക് ഇനി എന്തും കൂടി ഇൻക്ലൂഡ് ചെയ്യണം എന്നുണ്ട്, അത് അടുത്ത കോളത്തിൽ എഴുതുക. ബീൻസും കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ട്, അതുപോലെ ബാക്കിയുള്ളത് ഫില്ല് ചെയ്യുക. ഇപ്പൊ ട്യൂബേഴ്സിൽ യാം തപ്പിയോക്കയും ഉണ്ട്, അപ്പോൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് സ്വീറ്റ് പൊട്ടറ്റോയും കൊളക്കേശയും. വെജിറ്റബിൾസിനകത്ത് എന്തൊക്കെയുണ്ട്, ലേഡീസ് ഫിംഗറും ഗ്രീൻ ചില്ലിയും ഉണ്ട്. ദോസ് ടു ബി ഇൻക്ലൂഡഡ് ഏതൊക്കെയാണ്, കുക്കുംബർ, ബിറ്റർ ഗാർഡ്. ലീഫി വെജിറ്റബിൾസ് ഏതൊക്കെയുണ്ട്, സ്പിനാച്ച് ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഇനി ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ആലോചിക്കുന്നത് ക്യാബേജ് ആണ്. അപ്പോൾ ഇതുപോലെ ഈ ടേബിൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അവിടെ ഗാർഡനിലുള്ളതും ഇനി എന്ത് ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ ഫില്ല് ചെയ്യണം. എക്സ്പാൻഡ് വെജിറ്റബിൾ ഗാർഡൻ വിത്ത് യുവർ ഫ്രണ്ട്സ് ബേസ്ഡ് ഓൺ ദ പ്രിപ്പയർഡ് ലിസ്റ്റ്. അപ്പോൾ നമ്മുടെ പ്രിപ്പയർ ചെയ്ത ലിസ്റ്റ് വെച്ചിട്ട് നിങ്ങളുടെ വെജിറ്റബിൾ ഗാർഡൻ എന്ത് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക. ലെറ്റ്സ് ഒബ്സർവ് ആൻഡ് ഫൈൻഡ് ഔട്ട്, ഒബ്സർവ് ചെയ്ത് എന്ത് ചെയ്യുക, ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഡസ് ദ വെജിറ്റബിൾ ഗാർഡൻ ബെനിഫിറ്റ് ഓൺലി യെസ്, നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക, ഈ വെജിറ്റബിൾ ഗാർഡൻ നമുക്ക് മാത്രമാണോ ബെനിഫിറ്റ് ആയിട്ടുള്ളത്. ലുക്ക് അറ്റ് ദ പിക്ചർ, ഈ പിക്ചർ നോക്കൂ. വാട്ട് അതർ ക്രീച്ചേഴ്സ് കം ഇൻ ടു ദ ഗാർഡൻ, ഡു ദേ കം ടു ദ ഫാം ഓൺലി ടു ഈറ്റ് പെസ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ പിക്ചർ നോക്കിയേ, ഇവിടെ എന്താ ഈ ബേർഡ് പറയുന്നത്, ഐ ഓൾസോ ഈറ്റ് ദ പെസ്റ്റ് ഇൻ ദ ഫാംസ്, അതായത് നമ്മുടെ ഫാംസിലുള്ള പെസ്റ്റുകളെ ഞാനും കഴിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മുടെ മനുഷ്യരെ പോലെ തന്നെ പല ജീവികൾക്കും എന്തുണ്ട്, ഈ വെജിറ്റബിൾ ഗാർഡൻ കൊണ്ട് യൂസ് ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, മറ്റെന്തെല്ലാം ക്രീച്ചേഴ്സ്, എന്തെല്ലാം ജീവികൾ വീണ്ടും നമ്മുടെ ഗാർഡനിൽ വരാറുണ്ട്, എന്തൊക്കെയാ.
സ്ക്യൂറൽ വരാറുണ്ട്, ഹണി ബീസ്, ബട്ടർഫ്ലൈ, പാരറ്റ്. അപ്പൊ നിങ്ങളുടെ വെജിറ്റബിൾ ഗാർഡൻ നോക്കുക, അവിടെ എന്തൊക്കെ ജീവികളെ കാണാൻ പറ്റുന്നുണ്ടെന്ന് എഴുതുക. ആർ ദർ ക്രീച്ചേഴ്സ് ഹു കം ടു ഈറ്റ് ദ ക്രോപ്പ്? അപ്പൊ ഈ ക്രീച്ചേഴ്സ് നിങ്ങളുടെ ക്രോപ്പ്, നിങ്ങളുടെ കൃഷിയെ ഈറ്റ് ചെയ്യാനാണോ വരുന്നത്? ഇല്ലസ്ട്രേറ്റ് ദെയർ കോൺവെർസേഷൻ, എക്സിബിറ്റ് ദ ഇല്ലസ്ട്രേഷൻ ഇൻ ദ ക്ലാസ്. അപ്പൊ നിങ്ങളുടെ എന്ത് ചെയ്യുക, നമ്മുടെ ഇവിടെ അതായത് മറ്റു ജീവികളെ കാണുമ്പോൾ അവ നമ്മുടെ ക്രോപ്പിനെ ഈറ്റ് ചെയ്യാനാണോ വരുന്നത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കുക. നിങ്ങളുടെ ക്ലാസ്സിൽ എന്ത് ചെയ്യുക, ആ ഒരു കോൺവെർസേഷൻ എന്ത് ചെയ്യുക, ചർച്ച ചെയ്യണം കേട്ടോ. ഹാവ് യു നോട്ടീസ് ചില്ലീസ് ആൻഡ് പപ്പായ സ്പ്രൗട്ടിങ് അപ്പ് ഇൻ ദ സറൗണ്ടിങ്സ് വിത്തൗട്ട് പ്ലാന്റിംഗ് ദം? അപ്പൊ നിങ്ങളുടെ ചുറ്റുപാടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചിലപ്പോൾ ചില്ലീസ്, പച്ചമുളകും പപ്പായയും എല്ലാം നമ്മുടെ എന്ത് ചെയ്യുക, നമ്മൾ പ്ലാന്റ് ചെയ്യാതെ, അതായത് നടാതെ തന്നെ നമ്മുടെ സറൗണ്ടിങ്സിൽ ചിലപ്പോൾ ചില്ലീസും പപ്പായ എല്ലാം പൊടിച്ചു വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഹൗ ക്യാൻ ഇറ്റ് ബി പോസിബിൾ? ഇത് എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്, നിങ്ങൾക്ക് അറിയാവോ എങ്ങനെയാണെന്ന്? The birds and other creatures that come to the garden eats fruits and vegetables. അതായത് ഗാർഡനിൽ വരുന്ന ബേർഡ്സും മറ്റു ജീവികളും എന്ത് ചെയ്യും, അവിടുന്ന് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കും അല്ലേ? They leave the seeds in various places after eating the fruits and vegetables. അപ്പോൾ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിച്ച ശേഷം അവയുടെ സീഡ് എന്ത് ചെയ്യും, വേറെ എവിടെയെങ്കിലും മറ്റു സ്ഥലങ്ങളിലേക്ക് ഇവ എന്ത് ചെയ്യും, ഉപേക്ഷിച്ചിട്ട് പോകും. Those seeds germinate later. പിന്നീട് എന്ത് ചെയ്യും, ഈ സീഡ്സ് അവിടെ കിടന്ന് ജെർമിനേറ്റ് ചെയ്യുന്നതാണ്, മുളച്ചു വരുന്നതാണ് ഈ ചെടികൾ. Creatures play a role in pest control and seed dispersal. Okay. Let's assess. Draw a human figure by including suitable food items as body parts. അപ്പോൾ ബോഡി പാർട്സ് ആയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് യൂസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മനുഷ്യനെ എന്ത് ചെയ്യണം, മനുഷ്യന്റെ ഫിഗർ വരയ്ക്കണം. Write down the benefits of food items included in the figure. അതിനുശേഷം നിങ്ങളുടെ എന്ത് ഫുഡ് ഐറ്റംസ് ആണ് യൂസ് ചെയ്യുന്നത് അതിന്റെ ബെനിഫിറ്റ്സും എഴുതണം. അപ്പൊ ഓൾറെഡി നമ്മൾ പഠിച്ചു ഇല്ലേ, ഓരോ ഫുഡ് ഐറ്റംസിന്റെ, ഓരോ കാറ്റഗറിയിലുള്ള ഫുഡ് ഐറ്റംസിന്റെ ബെനിഫിറ്റ്സ് പഠിച്ചല്ലോ. അപ്പൊ ഇവിടെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന, യൂസ് ചെയ്യുന്ന, അതായത് ഒരു ഹ്യൂമൻ ഉണ്ടാക്കാനായിട്ട്, ഹ്യൂമൻ ഫിഗർ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്ന എന്തൊക്കെയാണ് ഫ്രൂട്ട്സും എന്തൊക്കെ വെജിറ്റബിൾസും ആണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ എല്ലാം ബെനിഫിറ്റും എഴുതണം. അപ്പൊ ഞാനിവിടെ ഒരു മോഡൽ തന്നിട്ടുണ്ട്, ഒരു ഹ്യൂമൻ എങ്ങനെയാണ് ഒരു ഹ്യൂമൻ ഫിഗർ ഉണ്ടാക്കുന്നതെന്ന്. ഓക്കെ, ഇതുപോലെ നിങ്ങളും വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും യൂസ് ചെയ്ത് ഒരു ഹ്യൂമൻ ഫിഗർ ഉണ്ടാക്കുക. അതിൽ നിങ്ങൾ യൂസ് ചെയ്തേക്കുന്ന ഫ്രൂട്ട്സിന്റെയോ വെജിറ്റബിൾസിന്റെയോ ബെനിഫിറ്റ്സും എഴുതണം. Look at the burger prepared by Mitra. What food items does it contain? അപ്പം ഇവിടെ നോക്കിയ മിത്ര പ്രിപ്പയർ ചെയ്ത ഒരു ബർഗർ ആണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ഉണ്ടെന്ന് നിങ്ങൾ എഴുതണം. ഓക്കെ, Burger includes fresh fruits and vegetables which is filled between buns. എന്താണ് ബർഗർ? ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ? അത് എന്തിന് ബിറ്റ്വീൻ ആണ് ഫില്ല് ചെയ്തിരിക്കുന്നത്? രണ്ട് ബൺസിന് ഇടയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഫില്ല് ചെയ്തിരിക്കുന്നത്. The uncooked fruits and vegetables like tomato, onion, cucumber, carrot, coriander leaves etc. are there. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താ, അൺകുക്ക്ഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ബർഗറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഡു യു തിങ്ക് ദ ബർഗർ ഈസ് ഹെൽത്തി? ഈ ബർഗർ ഹെൽത്തി ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വൈ? എന്തുകൊണ്ട്? Burgers are considered unhealthy due to their high saturated fat, calorie and sodium content. അപ്പോൾ ബർഗറിലുള്ള ഹൈ ആയിട്ടുള്ള സാച്ചുറേറ്റഡ് ഫാറ്റും അതുപോലെ കാലറീസും സോഡിയം കണ്ടന്റും കാരണം എന്താണ് ഇത്, അൺഹെൽത്തി ആണല്ലേ? Eating more burgers can lead to heart disease and high cholesterol levels. അപ്പോൾ എന്താ, നമ്മുടെ മോറായിട്ട് നമ്മൾ ബർഗേഴ്സ് കഴിക്കുകയാണെങ്കിൽ, കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ പല ഹാർട്ട് ഡിസീസസും ഉണ്ടാകും. അതുപോലെ എന്ത് ചെയ്യും, കൊളസ്ട്രോൾ ലെവലും ഹൈ ആവും അല്ലേ? കാരണം എന്താ, ഇതിൽ ഹൈ ആയിട്ട് സാച്ചുറേറ്റഡ് ഫാറ്റും കാലറീസും സോഡിയം ഉണ്ടല്ലേ? മാച്ച് ദ ഫോളോയിങ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന എന്ത് ചെയ്യുക, മാച്ച് ചെയ്യുക. ട്യൂബർ ഇവിടെ ഏതാ തന്നിരിക്കുന്നത്, ടാരോ. പൾസസ് ഏതാ തന്നിരിക്കുന്നത്, ബാർലി. എഗ് എന്താണ് ഇവിടെ, പ്രോട്ടീൻ ആണല്ലേ. മില്ലറ്റ് എന്താ, ലിറ്റിൽ മില്ലറ്റ് തന്നിട്ടുണ്ട്. എഡിബിൾ ഓയിൽ ഏതാ തന്നിരിക്കുന്നത്, ഫാറ്റ്. ഓക്കെ, ഇതുപോലെ മാച്ച് ചെയ്യുക. Haven't you seen the food items in the picture? ഇവിടെ തന്നിരിക്കുന്ന ഫുഡ് ഐറ്റംസ് നോക്കുക. കളർ ദ ഫുഡ് ഐറ്റംസ് ദാറ്റ് വി കൺസ്യൂം കുക്ക്ഡ് ഇൻ റെഡ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ നമ്മൾ കുക്ക് ചെയ്ത് യൂസ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസിന് റെഡ് കളർ കൊടുക്കുക. എവിടെ, താഴെ തന്നിരിക്കുന്ന കോളത്തിലാണ് നമ്മൾ റെഡ് കളർ കൊടുക്കേണ്ടത്.
അപ്പോൾ കുക്ക്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസിന് റെഡ് കളർ കൊടുക്കുക, അൺകുക്ക്ഡ് വൺസിന് എന്താ ഗ്രീൻ കളർ കൊടുക്കുക. യു മേ കളർ ദ ഫുഡ് ഐറ്റംസ് വി കൺസ്യൂം എയ്തർ കുക്ക്ഡ് ഓർ അൺകുക്ക്ഡ് ഇൻ യെല്ലോ. അതുപോലെ നമ്മുടെ ഫുഡ് ഐറ്റംസ് നമ്മൾ എന്താ കുക്ക്ഡ് ആയിട്ടും അൺകുക്ക്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന് എന്ത് ചെയ്യുക, യെല്ലോ കളർ കൊടുക്കുക. യു ക്യാൻ ഗിവ് ദ റെസ്പെക്റ്റീവ് കളർ ഇൻ ദ സ്മോൾ ബോക്സസ് ഗിവൺ ബിലോ ദ പിക്ചർ. അപ്പോൾ ഈ പിക്ചറിന് താഴെ തന്നിരിക്കുന്ന സ്മോൾ കോളത്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, സ്മോൾ ബോക്സസിനകത്ത് കളേഴ്സ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ കുക്ക് ചെയ്യുന്നതിന് എന്താ, കുക്ക് ചെയ്ത് യൂസ് ചെയ്യുന്നതിന് റെഡ് കളർ, അൺകുക്ക്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന് ഗ്രീൻ കളർ, ബോത്ത് കുക്ക്ഡ് ആൻഡ് അൺകുക്ക്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന് യെല്ലോ കളറും കൊടുക്കണം. ഓക്കെ, ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യണം. മിത്ര ആൻഡ് ഹെർ ബ്രദർ ആർ ഹാർവെസ്റ്റിംഗ് വെജിറ്റബിൾസ് ഫ്രം ദെയർ ഗാർഡൻ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുകയാണ്, മിത്രയും അവളുടെ ബ്രദറും എന്ത് ചെയ്യുകയാണ്, വെജിറ്റബിൾ എന്ത് ചെയ്യുകയാണ്, ഹാർവെസ്റ്റ് ചെയ്യുകയാണ് അല്ലേ അവരുടെ ഗാർഡനിൽ നിന്ന്. ഷാൽ വി പ്രിപ്പയർ എ വെജിറ്റബിൾ ഗാർഡൻ, നമുക്കൊരു വെജിറ്റബിൾ ഗാർഡൻ പ്രിപ്പയർ ചെയ്യാമോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഐറ്റംസ് വിൽ യു പ്ലാൻ, പുട്ട് എ ടിക്ക് മാർക്ക് അഗൈൻസ്റ്റ് ദം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഏതൊക്കെ ഐറ്റംസ് നിങ്ങൾ നിങ്ങളുടെ വെജിറ്റബിൾ ഗാർഡനിൽ യൂസ് ചെയ്യുമെന്ന് നമ്മൾ എന്ത് ചെയ്യുക, ടിക്ക് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന സ്പിനാച്ച്, ലേഡീസ് ഫിംഗർ, ടൊമാറ്റോ, പീ, ബിറ്റർ ഗാർഡ്, എവി ഗാർഡ്, ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് ടിക്ക് കൊടുക്കുക. പ്ലാന്റ് അറ്റ്ലീസ്റ്റ് 5 ഐറ്റംസ്, അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക, 5 ഐറ്റംസ് എങ്കിലും എന്ത് ചെയ്യുക, നടുക. യു ക്യാൻ പ്ലാന്റ് ദം ഇൻ യുവർ വെജിറ്റബിൾ ഗാർഡൻ ഇൻ സാക്സ് ഫിൽഡ് വിത്ത് സോയിൽ ഓർ ഇൻ ഗ്രോ ബാഗ്. അപ്പോൾ ഗ്രോ ബാഗിലോ അതുപോലെ എന്ത് ചെയ്യുക, സാക്കിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, സോയിൽ ഫില്ല് ചെയ്തു നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെജിറ്റബിൾ നടാൻ കഴിയും. പ്രിപ്പയർ എ ഡിലീഷ്യസ് ആൻഡ് ഹെൽത്തി ഡിഷ് യൂസിങ് ലോക്കലി അവൈലബിൾ ഫുഡ് ഐറ്റംസ്. അപ്പോൾ നിങ്ങളുടെ ലോക്കലായിട്ട് നിങ്ങളുടെ പരിസരങ്ങളിൽ നിന്ന് തന്നെ കിട്ടുന്ന ഫുഡ് ഐറ്റംസ് യൂസ് ചെയ്ത് ഒരു ഹെൽത്തി ഡിഷ് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. എക്സിബിറ്റ് ദം ഇൻ ദ സ്കൂൾ ഫുഡ് ഫെസ്റ്റിവൽ, സ്കൂളിലെ ഫുഡ് ഫെസ്റ്റിവലിന് എന്ത് ചെയ്യുക, അത് എക്സിബിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 5th ചാപ്റ്റർ ഇവിടെ എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, താങ്ക് യു.